നമ്മളെല്ലാവരും പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ചു അല്ലേ? ഈ ദിവസങ്ങളിലൊക്കെയും സ്തോത്രം. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് നമ്മൾ ഓരോ ആഘോഷങ്ങളും ആചാരങ്ങളാക്കാതെ ആ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു സന്തോഷത്തോടെ. ലോകം ദുഃഖമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദൈവമക്കൾ സന്തോഷിച്ചു. കർത്താവിനെ ക്രൂശിൽ തറച്ചപ്പോൾ പിശാചു വിചാരിച്ചു ഇത് കർത്താവിൻ്റെ അവസാനമാണെന്ന്, തോറ്റു തുന്നം പാടിയെന്ന് വിചാരിച്ചു. എന്നാൽ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുക ചെയ്തത് അല്ലേ? എബ്രായർ 9:28 10:10 പറയുക, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഒരിക്കലായിട്ടാണ് യാഗമർപ്പിച്ചത്, തൻ്റെ ശരീരം ബലിയർപ്പിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു. വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെയാണ് നമ്മൾ സന്തോഷത്തോടെ ഘോഷിക്കുന്നത്, ജയത്തിൻ്റെ ഘോഷം. എല്ലാ വർഷവും വീണ്ടും വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നില്ല, യേശു ക്രൂശിൽ മരിക്കുന്നില്ല, ഒരിക്കലായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി. നമ്മുടെ സർവ്വ പാപങ്ങൾക്കും പരിഹാരമായി യേശു. സ്തോത്രം.